വൈകിട്ട് എന്താ പരിപാടി? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആനന്ദപുളകിതരാകാത്ത മനുഷ്യരെ നമുക്ക് കണ്ടുകിട്ടുക പ്രയാസമാണ്. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് മദ്യപാനത്തെ നമുക്ക് ഒഴിവാക്കി നിർത്താനാവുകയില്ല എങ്കിൽ ഒരു നല്ല കുടിയനായി തീരാൻ നാം അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ മുമ്പ് തന്നെ നമുക്കൊരു കൃത്യമായ അളവ് നിശ്ചയിക്കണം. ആ അളവിൽ ഒരു കാരണവശാലും നമ്മൾ കൂട്ടാൻ പാടില്ല. എന്താണോ നിങ്ങൾ മദ്യപിക്കുന്ന അളവ്, എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രേരണകളുണ്ടായാലും ആ അളവിൽ ഒരിക്കലും വർധന പാടില്ല. ആ അളവിൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. നമുക്ക് ഒരേ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. കാരണം പല ബ്രാൻഡുകൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ആൽക്കഹോളിൻ്റെ അംശം എത്രയാണ്, കണ്ടൻറ്റ് എത്രയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ ഉത്തരവാദിത്തപൂർണ്ണമായ മദ്യപാനത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അളവ് നിശ്ചിതമായിരിക്കണം. 2, സമയം നിയന്ത്രിതമായിരിക്കണം. 24 മണിക്കൂറും 7 ദിവസവും എപ്പം വേണമെങ്കിലും മദ്യപിക്കാൻ റെഡിയായി നടക്കുന്ന ആൾക്കാരെ നാം കാണാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഇത്ര ദിവസം മാത്രമേ ഞാൻ മദ്യപിക്കൂ, 2 ദിവസമേ ഞാൻ മദ്യപിക്കൂ, അല്ലെങ്കിൽ 3 ദിവസമേ ഞാൻ മദ്യപിക്കൂ എന്നും അതിൻ്റെ ഒരു സമയവും നിയന്ത്രിതമായിരിക്കണം. അതായത് വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ സമയങ്ങളിൽ മാത്രമേ മദ്യപിക്കൂ, അല്ലാതെ വേറെ ഒരു സമയത്തിലും എങ്ങനെ കിട്ടിയാലും എവിടെ വെച്ചായാലും ഞാൻ മദ്യപിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. മൂന്നാമത്തേത്, നാം മദ്യത്തോടൊപ്പം ടച്ചിങ്സ് നിർബന്ധമാണല്ലോ. ഈ ടച്ചിങ്സിനായി പലപ്പോഴും ഉപയോഗിക്കുന്ന പൊരിച്ചതും വറുത്തതും മിക്സറും അച്ചാറുമെല്ലാമാണ്. മദ്യം തന്നെ നമ്മുടെ ശരീരത്തിന് ധാരാളം ദോഷം ചെയ്യുന്നു. ഒപ്പം ഈ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ അതിൻ്റെ കൂടെ ആക്കം കൂട്ടുകയും ചെയ്യുന്നു. നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സാലഡുകൾ, ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ എന്നിവയാണ് ഏറ്റവും നല്ലത്. ഒപ്പം മദ്യപിക്കുന്നതിന് മുമ്പും മദ്യത്തിന് ശേഷവും ധാരാളം ശുദ്ധജലം നാം കഴിക്കുക. അതോടൊപ്പം പരമാവധി നേർപ്പിച്ചേ മദ്യം കഴിക്കാവൂ. 4ാമത്തെ കാര്യം, നമുക്ക് യാതൊരു കാരണവശാലും നമ്മുടെ വീടുകളിലേക്ക് മദ്യത്തെ കൊണ്ടുവരാതിരിക്കുക. ഇത് നാം കാണുന്ന ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മുടെ കുടിയന്മാരും നമ്മുടെ സ്ത്രീകൾ പോലും മദ്യപാനത്തിൻ്റെ അടിമയാകുന്നതിൻ്റെ ആരംഭം നമ്മുടെ വീടുകളിലെ മദ്യപാനമാണ്. അപ്പോൾ വീടുകളിലെ മദ്യപാനം വരുമ്പോൾ അതിനൊരു സാമൂഹിക അംഗീകാരം ലഭിക്കുന്നു. അപ്പോൾ യാതൊരു കാരണവശാലും വീടുകളിൽ മദ്യപിക്കുന്നതിനുള്ള ഇടയമായി കാണരുത്. അങ്ങനെ കണ്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികളും നമ്മുടെ സ്ത്രീകളും മദ്യപാനം എന്ന ശീലത്തെ ആർജിച്ചെടുക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വെച്ച് മിതമായ അളവിൽ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അത് വളരെ രഹസ്യത്തിൽ വേണം ചെയ്യാൻ. 5ാമത്തെ ഘടകം, യാതൊരു കാരണവശാലും പുകവലി പാടില്ല. മദ്യപാനവും പുകവലിയും രണ്ടും നമ്മുടെ ശത്രുക്കളാണ്. മദ്യപിക്കുന്ന ആൾക്കാരിൽ 3 ഇരട്ടിയിലധികം പുകവലിക്കാനുള്ള ശീലം ഉണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ പുകവലിക്കുന്നവർക്ക് മദ്യപിക്കാനുള്ള ശീലം 5 ഇരട്ടിയാണത്രേ. അപ്പോൾ 2 ശത്രുക്കളെ ഒരു കാരണവശാലും നമ്മൾ പോറ്റേണ്ടതില്ല. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ചോദ്യത്തിന്, അല്ലെങ്കിൽ ഒന്ന് കൂടിയാലോ എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് തുടിക്കുകയും നമ്മുടെ മനസ്സ് വിജൃംഭിതരാകുകയും ഒരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ഒരു മാസ്മരിക അവസ്ഥയിലേക്ക് ഈ ചോദ്യം നമ്മളെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് നാം നടപ്പിൽ വരുത്തണം. ഒന്നുകൂടി നമുക്ക് അത് ഓർമ്മിക്കുക. അളവ് എപ്പോഴും കൃത്യമായിരിക്കുക, സമയവും ദിവസവും നമ്മൾ കർശനമായി പാലിക്കുക. നാം കഴിക്കുന്ന പൊരിച്ചതും വറുത്തതുമായ സാധനങ്ങൾക്ക് പകരം പച്ചക്കറിയോ സാലഡോ അതിനൊപ്പം ചേർക്കുക. യാതൊരു കാരണവശാലും വീട്ടിൽ വെച്ചുള്ള മദ്യപാനത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. മദ്യപാനത്തോടൊപ്പം പുകവലി വേണ്ട എന്ന് കർശനമായി വെക്കുക. മദ്യപിക്കാതിരിക്കാൻ നിങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ലെങ്കിൽ, നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ മദ്യപിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ട്, അതിനെ ഒഴിവാക്കാൻ നിങ്ങൾക്കാകുന്നില്ല എങ്കിൽ ഉറപ്പായും നിങ്ങൾ മിതമായ മദ്യപാനത്തെ ശീലിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളെയും നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, മദ്യപിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തപൂർണ്ണമായ മദ്യപാനം. എന്നാൽ അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മദ്യപാനത്തിൻ്റെ കെടുതികളെ പരമാവധി കുറച്ചുകൊണ്ട് ആരോഗ്യവും ആയുസ്സും ബന്ധങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്തപൂർണ്ണമായ മദ്യപാനശീലം നാം പിന്തുടരുക.